ഹായ് ഓൾ, സ്പോർട്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യക്ക് നാണം കെട്ട തോൽവി. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ തോൽവി. 408 റൺസിന്റെ കൂറ്റൻ വിജയം സ്വന്തമാക്കി സൗത്ത് ആഫ്രിക്ക. 2 ടെസ്റ്റിലും ഇന്ത്യയെ തോൽപ്പിച്ച് പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക. ആദ്യ ഇന്നിംഗ്സിൽ തന്നെ 489 റൺസാണ് സൗത്ത് ആഫ്രിക്ക അടിച്ചുകൂട്ടിയത്. എന്നാൽ ഇന്ത്യയാകട്ടെ 201 റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു. ഫോളോ ഓൺ തിരഞ്ഞെടുക്കാതെ സൗത്ത് ആഫ്രിക്ക തന്നെ വീണ്ടും ബാറ്റ് ചെയ്തു. 260 റൺസിന് 5 വിക്കറ്റ് എന്ന നിലയിൽ നിൽക്കെ സൗത്ത് ആഫ്രിക്ക ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. എന്നാൽ വീണ്ടും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ മോശമായ ബാറ്റിംഗാണ് കാണാൻ സാധിച്ചത്. 140 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ഇന്ത്യ. അപ്പാടെ പാളിയ ബാറ്റിംഗ് നിരയായിരുന്നു ഇന്ത്യയുടേത്. ഓപ്പണിംഗ് നിരയിൽ ജയ്സ്വാളിനും KL രാഹുലിനും 2 ഇന്നിംഗ്സിലും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. മൂന്നാമനായി ഇറങ്ങിയ സായി സുദർശന് ഒന്നും ചെയ്യാനായില്ല. ധ്രുവ് ജുറൽ ആവട്ടെ ആദ്യ ഇന്നിംഗ്സിൽ 0-നും രണ്ടാം ഇന്നിംഗ്സിൽ 2 റൺസിനുമാണ് ഔട്ടായത്. ക്യാപ്റ്റൻ ഋഷഭ് പന്തിനും ഒന്നും ചെയ്യാനായിരുന്നില്ല. അക്ഷർ പട്ടേലിന് പകരമിറങ്ങിയ നിതീഷ് റെഡ്ഡി ആകട്ടെ അമ്പേ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. ഗൗതം ഗംഭീറിന്റെയും അഗാർക്കറിന്റെയും ടീം സെലക്ഷനെ പറ്റി വൻ ട്രോളുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഗംഭീറിന്റെ ടീം സെലക്ഷൻ വളരെ മോശമെന്ന് തന്നെ പറയേണ്ടി വരും. ഓൾറൗണ്ടേഴ്സിനെ കുത്തി നിറച്ചാൽ ടെസ്റ്റ് ടീം ആവില്ലെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെ. ഇന്ത്യൻ മണ്ണിൽ ഫോമിൽ കളിക്കുന്ന കരുൺ നായറിനെയും സർഫറാസ് ഖാനെയും ഒക്കെ ടീമിലെടുക്കാത്തതിന് വൻ പ്രതിഷേധം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ടെസ്റ്റ് ടീമുമായി മുന്നോട്ടു പോയാൽ ഇന്ത്യയുടെ അവസ്ഥ വളരെ മോശകരമായി മാറും. 2016 മുതലുള്ള ഇന്ത്യയുടെ ടെസ്റ്റ് കരിയർ നോക്കിയാൽ ഒരു വർഷത്തിൽ 4 മത്സരം തോക്കുന്നത് ഈ വർഷമാണ്. ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമാണ് ഇനി ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ. പഴയ പ്രതാപത്തോടുകൂടി ഇന്ത്യ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം.